ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മളൊരു ടോഫുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റിക്കി സെസ്മേ ഗാർലിക് ടോഫു. ഇത് വീഗനാണ്, പ്രോട്ടീൻ റിച്ച് ആണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ 300 ഗ്രാം ടോഫു എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ കഷ്ണം, പിന്നെ സ്പ്രിങ് അനിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക് ഒരു 5 ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സോസ് ഉണ്ടാക്കും. ഡാർക്ക് സോയ ഒരു 3 ടേബിൾ സ്പൂണ്, പിന്നെ ലൈറ്റ് സോയ ഒരു 3 ടേബിൾ സ്പൂൺ, പിന്നെ വിനിഗർ ഒരു ടേബിൾ സ്പൂൺ, പിന്നെ ഓയിസ്റ്റർ സോസ് ഒരു 1/2 ടേബിൾ സ്പൂണ്, പിന്നെ ജാഗ്രി പൗഡർ ഒരു ടേബിൾ സ്പൂൺ, പിന്നെ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ. അങ്ങനെ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, ലംസ് ഒന്നും ഇല്ലാതെ. കുറച്ച് വെള്ളം വേണം ആഡ് ചെയ്യാൻ, കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. 1/4 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് എടുത്ത് വയ്ക്കുക. നമ്മളൊരു പ്ലേറ്റ് എടുക്കും, അതിലേക്ക് കോൺഫ്ലോർ വെതറിയിട്ട് ഇടും. ഈ ടോഫു എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പം അത് ചിലപ്പം ഒന്ന് അമർത്തുമ്പോഴത്തേക്കും പൊട്ടിപ്പോവും. അപ്പം നല്ല നോക്കിയിട്ട് വേണം കോട്ട് ചെയ്യാൻ. അപ്പോൾ പതുക്കെ കോൺഫ്ലോർ വെച്ചിട്ട് അത് കോട്ട് ചെയ്തെടുക്കുക. ഇത് എക്സ്ട്രാ ഫോം ടോഫു ആണ്, സ്റ്റിൽ അത് ഭയങ്കര സോഫ്റ്റായിരുന്നു. കോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു പാൻ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടോഫു അത് ഫ്രൈ ചെയ്തെടുക്കും, പുറമേ നല്ല ഗോൾഡൻ കളറാവുന്ന വരെ. ഞാൻ അവിടെ എല്ലാം ഒരുമിച്ചിട്ടു. നിങ്ങൾക്ക് കുറച്ചായിട്ട് ഇതാക്കിയിട്ട് എടുക്കാം. എല്ലാം കൂടെ ഇട്ടാൽ അത് എല്ലാ സൈഡും ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചായിട്ട് അത് ഗോൾഡൻ ക്രിസ്പ് ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. ഇനി അതേ പാനിൽ വീണ്ടും എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഗാർലിക്ക് മുറിച്ച് വെച്ചേക്കുന്ന അതിലേക്കിടും, പിന്നെ ജിഞ്ചർ അതിലേക്കിടും. എന്നിട്ട് അതൊന്ന് മൂപ്പിക്കും. അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് അതിലേക്ക് ഒഴിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ഒഴിക്കാൻ. എന്നിട്ട് ഒന്ന് കട്ടിയാവുന്ന വരെ ഒന്ന് ഇതാക്കിയെടുക്കുക. എന്നിട്ട് നമ്മളുടെ ടോഫു അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പുറമേ നല്ല ക്രിസ്പും പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു സാധനമാണ്. ഭയങ്കര ടേസ്റ്റുമാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. അപ്പം നമ്മളുടെ ടോഫു ആയി. ഇനി നമ്മൾ സ്പ്രിങ് അനിയൻസ് ആഡ് ചെയ്തിടും. പിന്നെ കുറച്ച് സെസ്മേ സീഡ്സ് വെതറിയിടും, വെളുത്ത എള്ള്. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻസിനൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇത് പനീർ എന്ന് പറയാൻ പറ്റില്ല, പനീറിൻ്റെ വേറൊരു വേർഷൻ. ഇത് സോയയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.